ഇന്ന് നമുക്ക് പശുക്കളിലെ അകിടുവീക്കത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധ നടപടികളെക്കുറിച്ചുമൊക്കെ വിശദമായി പറഞ്ഞു തരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ. ഡോക്ടർ പ്രിയയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്. ഡോക്ടർ പ്രിയ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഒരു അകിടുവീക്കം രോഗം പശുക്കളിൽ കാണാറുണ്ടല്ലോ. ഈ രോഗത്തിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും പശുക്കളിൽ കാണുന്ന രോഗങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അകിടുവീക്കം. അതിന് കാരണം അത് കർഷകനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം തന്നെയാണ്. ലോകമെമ്പാടും ഇത്തരത്തിൽ കർഷകർക്ക് ഏറ്റവും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന, അതുകൊണ്ട് തന്നെ പാലുൽപാദനത്തിൽ കുറവുണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് അകിടുവീക്കം. പഠനങ്ങൾ തെളിയിക്കുന്ന, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടുമാണെന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ ആലപ്പുഴ KVKയിൽ നടന്ന ഒരു പഠനം, അവര് 3 മാസം കറവ തൊട്ട് 6 മാസം കറവ, ഏറ്റവും അധികം പാല് കിട്ടുന്ന സമയമാണത്. ആ സമയത്ത് കറവയിൽ നിൽക്കുന്ന പശുക്കളിൽ ഒരു പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് 90% പശുക്കൾക്കും എപ്പോഴെങ്കിലും അകിടുവീക്കം വന്നിട്ടുണ്ട്. അതിൽ തന്നെ 75% പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും പുറമെ കാണിക്കാത്ത അകിടുവീക്കമാണ്, സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. അപ്പൊ അങ്ങനെ കർഷകർക്ക് അവരറിയാതെ പോലും വലിയ പാലുൽപാദനത്തിൽ ഒരു കുറവ് മാത്രമേ ഒരു പക്ഷേ കർഷകൻ മനസ്സിലാക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ കർഷകന് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അകിടുവീക്കം. അതുകൊണ്ട് അത്രയും പ്രാധാന്യം അതിന് നൽകിയാൽ തന്നെയേ ഉള്ളൂ ക്ഷീരമേഖലയിൽ നമുക്കൊരു പുരോഗതി കൈവരിക്കാൻ കഴിയും. ഇതുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും രോഗാണുബാധ തന്നെയാണ്. അതൊരു ബാക്ടീരിയ മൂലമാകാം, വൈറസ് മൂലമാകാം, ഫംഗസ് മൂലമാകാം, മൈക്രോപ്ലാസ്മ മൂലവും ആകാം. പിന്നെ ലെപ്റ്റോസ്പൈറ പോലെ ചില രോഗങ്ങൾക്ക് അനുബന്ധമായിട്ട് ലെപ്റ്റോസ്പൈറൽ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അകിടുവീക്കം, അങ്ങനെയും രോഗം വരാം. പിന്നെ അകിടിലെ മുറിവുകൾ, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇപ്പൊ കറവ രീതി തെറ്റായി പോവുക, അല്ലെങ്കിൽ പശുക്കള് ചിലപ്പോൾ മേയാൻ വിടുന്ന സ്ഥലത്ത് നിന്ന് മുള്ളു കുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു മുറിവിൽ നിന്നാണ് ബാധ കൊണ്ടും അകിടുവീക്കം വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അകിടുവീക്കം വരാം. ഇത് പറയുന്നതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി കർഷകരുടെ അറിവിലേക്ക്, പശുക്കളെ സ്ഥിരമായി വളർത്തുന്നവർക്ക് പരിചയമുണ്ടാകും, പ്രസവിച്ച ഉടനെ ചിലപ്പോൾ അകിടിനൊരു വീക്കം ഉണ്ടാകും. അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ എഡിമ എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഒരു രോഗം അല്ല. ആ സമയത്ത് പെട്ടെന്ന് പാലുൽപാദനം കൂടുമ്പോൾ പശുവിന്റെ അടിഭാഗത്ത് ഒരു പാൽ ഞരമ്പ് പോകുന്ന നമുക്ക് കാണാം. ഈ പാൽ ഞരമ്പ് തടിച്ച് എൻഗോർജ് ചെയ്ത് അതിലൂടെ രക്തപ്രവാഹം കൂടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന അകിടിന് ഒരു വീക്കം സംഭവിക്കുന്ന ഒരു ഫിസിയോളജിക്കൽ എഡിമയാണ്. അത് പാലുൽപാദനം ശരിയാകുമ്പോൾ തന്നെ കറവ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിപ്പോകും. അല്ലെങ്കിൽ നമ്മുടെ വെറ്റിനറി ആശുപത്രികളിൽ ലഭിക്കുന്ന മാക്സെൽഫ് എന്ന് പറയുന്ന പൊടി, അത് വീക്കം കുറയാൻ വേണ്ടി നമ്മൾ മനുഷ്യരായാലും മാക്സെൽഫ് ഓയിൻമെന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ ആ പൊടി ചൂടാക്കി പൊടിച്ച് വെളിച്ചെണ്ണ ചാലിച്ച് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു വീക്കമാണ്. ഇനി രോഗകാരണങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, എസ്ചെറിഷ്യ കോളി, ഇത്തരത്തിൽ പലതരം ബാക്ടീരിയകൾ ഈ രോഗം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത് ഏതൊക്കെ തരത്തിലുള്ള അകിടുവീക്കങ്ങളാണ് നമ്മൾ ഈ പശുക്കളിൽ കണ്ടുവരുന്നത്? തുടക്കത്തിൽ തന്നെ പറഞ്ഞ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് ലക്ഷണങ്ങളോടുകൂടിയും മാസ്റ്റൈറ്റിസ് കാണാം. അതുപോലെ ക്രോണിക് മാസ്റ്റൈറ്റിസ്, കുറെ വീണ്ടും 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 അകിടുവീക്കം വരിക, ഒരുപാട് കാലയളവിലേക്ക് അകിടുവീക്കം നിന്ന് പോവുക, അങ്ങനെയും അകിടുവീക്കം വരാം. ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് തന്നെ മാസ്റ്റൈറ്റിസ് ഏറ്റവും കൂടുതലായിട്ട് നല്ല രോഗലക്ഷണങ്ങളോടുകൂടി കാണുമ്പോൾ അതിനെ നമ്മൾ പെറക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയും. ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പനി ഉണ്ടാകും, ക്ഷീണമുണ്ടാകും, അകിടിന് വീക്കമുണ്ടാകും, അകിടിൽ തൊട്ടാൽ നല്ല ചൂടായിരിക്കും, പിന്നെ അത് ചുമന്നു വരും, പാല് കറന്നാൽ പാലിനും വ്യത്യാസം ഉണ്ടാവും, പാല് ചിലപ്പോൾ തരിതരിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെള്ളം പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ പുരോഗമിക്കുമ്പോൾ അത് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് ആവും. ഈ രോഗലക്ഷണങ്ങളൊക്കെ തീവ്രത ലേശം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് സബ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ പനിയും വിശപ്പില്ലായ്മയും ഒക്കെ മാറി തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷെ അകിടിന് അപ്പോഴും കേട് തന്നെയാണ്, പാല് കേടായിട്ടുണ്ടാവും. അത് നമ്മൾ ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ പലപ്പോഴും എന്റെ ഫീൽഡ് എക്സ്പീരിയൻസിൽ അകിടിന്റെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ സമയത്തിന് ചികിത്സ നൽകാതിരുന്നാൽ സംഭവിക്കാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാസ്റ്റൈറ്റിസ് ആണ് കർഷകർ അറിയാതെ പോകുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ലക്ഷണമില്ലാതെ അകിടുവീക്കം ഉണ്ടാവും. പാലിന് പുറമേക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പശുവിന് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ രോഗാണു അകിടിന്റെ ഉള്ളിലുണ്ടാവും, പാലുൽപാദനം കുറയുന്നുണ്ടാവും, പാലിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം, ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ക്ഷീരകർഷക സൊസൈറ്റിയിൽ നിന്ന് പാലിന് പൈസ കൊടുക്കുന്നത്. എല്ലാ പാലിനും ഒരേ പൈസയല്ല കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ബാധിക്കുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ രോഗം കാണാൻ കഴിയും. ഈ പശുക്കൾ നിൽക്കുന്ന പരിസരം, ഇതിനെന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ ഈ മാസ്റ്റൈറ്റിസ്? അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള്. ഈ അകിടുവീക്കം എന്ന് പറയുന്ന രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കർഷകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് പരിസര ശുചിത്വവും പശുവിന്റെ ശുചിത്വവും കറവക്കാരന്റെ ശുചിത്വവും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ പരിസരത്തിന്റെ ശുചിത്വമാണ് താങ്കൾ ചോദിച്ചത്. തൊഴുത്ത് എപ്പോഴും കഴുകി വൃത്തിയായിരിക്കുക, ഡ്രൈ ആയിരിക്കുക എന്നുള്ളത് വളരെ
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അകിട്, പശുവിന്റെ ഈ അകിടിന്റെ ശുചിത്വം കൂടി ഇതിനോടൊപ്പം തന്നെ പറയാം. കറക്കുന്നതിന് മുമ്പും കറക്കുന്നതിന് ശേഷവും അകിട് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിന് നിയന്ത്രണ മാർഗങ്ങളിൽ തന്നെ ശുചിത്വമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുക. പിന്നെ തൊഴുത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയമെങ്കിലും വെയിലടിയേറ്റ് തൊഴുത്ത് ഉണങ്ങാനുള്ള ഒരു അവസരം നൽകി കഴിഞ്ഞാൽ തന്നെ അണുബാധ വളരെയധികം കുറയും. എപ്പോഴും നനവുണ്ടായിരിക്കുന്ന ഈർപ്പം കൂടുതലല്ല. അത് പറയുമ്പോൾ നമുക്കറിയാം, വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഫംഗസ് കൊണ്ടുള്ള മാസ്റ്റൈറ്റിസ്, അകിട് വീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. അകിടിലൊരു വീക്കം വരുന്നത് തന്നെ നമ്മൾ അകിട് വീക്കമായിട്ട് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഈ രോഗം ഒരു പശുവിൽ നിന്ന് മറ്റേ പശുവിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ? ഡയറക്റ്റ് കോണ്ടാക്ട് വഴി പകരുന്നതിനേക്കാൾ ഒരു കറവക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ അകിട് വീക്കമുള്ള ഒരു പശുവിനെ കറന്ന കൈ കൊണ്ട് അകിട് വീക്കം ഇല്ലാത്ത പശുവിനെ കറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അകിട് വീക്കം വരാം. മറ്റൊന്ന്, 4 മുലക്കാമ്പുകളാണല്ലോ ഒരു പശുവിന് ഉണ്ടാവുക. എല്ലാ കാമ്പുകളിലും രോഗാണുബാധ ഉണ്ടാകണമെന്നില്ല. അപ്പൊ രോഗാണുബാധ കണ്ട മുലക്കാമ്പ് കറന്നതിന് ശേഷം മറ്റു കാമ്പുകളിലേക്ക് കറന്നാൽ അങ്ങനെ രോഗാണുബാധ ഉണ്ടാകാം. പിന്നെ അപൂർവമായിട്ടെങ്കിലും പഠനങ്ങൾ കാണിക്കുന്ന സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, ആ ബാക്ടീരിയ എയറോസോളായിട്ട് പകരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും ഈ സ്പേസിങ് ശരിയല്ലാതെ വളരെ തിങ്ങിക്കൂടി പശുക്കളെ വളർത്തുന്ന ഫാമുകളിലൊക്കെ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ പശുക്കളിൽ നിന്ന് പശുക്കളിലേക്ക് പകരാനുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് മാഡം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, എന്നാലും ഒന്ന് വിശദീകരിക്കാവും. തീർച്ചയായിട്ടും. തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പനിയും വിശപ്പില്ലായ്മയും ഉണ്ടാകും. പിന്നീട് അകിടിന് വീക്കമുണ്ടാകും, ചുമന്നിരിക്കും, തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ കർഷകരോട് പറയുക, ഐസ് പാക്ക് വെച്ചു കൊടുക്കുക. അത് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പശുവിന് നല്ല ആശ്വാസമായിരിക്കും. നമ്മൾ കറക്കാൻ ചെന്നാൽ തൊഴി കിട്ടിയാൽ തന്നെ പെട്ടെന്ന് കർഷകന് മനസ്സിലാവും ഇന്ന് അകിട് വീക്കമാണ്. പിന്നെ നമ്മൾ കറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാമിലൊക്കെ, നല്ല ഫാമുകളിലൊക്കെ ചെയ്യുക, സ്ട്രിപ്പ് കപ്പ് ടെസ്റ്റ് എന്ന് പറയും. നേരിട്ട് അങ്ങ് കറക്കുന്നതിന് പകരം ഒരു കറുത്ത പ്രതലത്തിലേക്ക് പാല് 1, 2, 3 തുള്ളി കറന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പാലിന് ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒരു നല്ല കർഷകന് പെട്ടെന്ന് മനസ്സിലാവും തരി കെട്ടുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഉടനെ നമുക്ക് അതവിടെ നിർത്തി ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നല്ലോണം എക്സാമിൻ ചെയ്യാം. പനിയുണ്ടോ, വേറെ ക്ഷീണമുണ്ടോ, ഇന്നിട്ട തീറ്റ മുഴുവൻ അല്ലെങ്കിൽ തലേദിവസം കൊടുത്ത തീറ്റ മുഴുവൻ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ കഴിയും. അപ്പം അത്തരം ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ പാല് പരിശോധിക്കുക. പാല് പരിശോധിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വെറ്റനറി ഡിസ്പെൻസറിയിൽ ഒരു കർഷകൻ കൊണ്ടുപോയാൽ അവിടെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പാല് പരിശോധിക്കാനുള്ള കിറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റനറി ബയോളജിക്കൽസിൽ ഞങ്ങളൊരു മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറഞ്ഞ സൗജന്യ നിരക്കിൽ കർഷകർക്ക് നൽകുന്ന ഏറ്റവും അകിടുവീക്ക നിയന്ത്രണത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഒരു കർഷകന് ഉപയോഗിക്കാവുന്ന, ഇതിനെപ്പറ്റി അറിവുള്ള കർഷകർ എപ്പോഴും വെറ്റനറി ആശുപത്രിയിൽ വന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറയുന്നത്. ഇത് രോഗനിർണയത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ഞാൻ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ കിറ്റില് നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ രോഗനിർണയത്തിനുള്ള ഒരു CMT റിയേജന്റ്, കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് റിയേജന്റ്. അത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ പരിജ്ഞാനമൊന്നും വേണ്ട, നല്ല കർഷകർക്കൊക്കെ അറിയാം. അത് 4 കള്ളങ്ങളുള്ള ഒരു മിൽക്ക് ടെസ്റ്റിംഗ്, ഒരു പെയില് പോലെ ഒരു സംഭവം കൊടുക്കും. അതോടൊപ്പം കറക്കുന്നതിന് മുമ്പ് അകിട് കഴുകാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, ലായനി ഉണ്ടാക്കാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, കറന്നതിന് ശേഷം അകിട് അല്ലെങ്കിൽ മുലക്കാമ്പുകൾ അണുവിമുക്തമാക്കാനുള്ള പൊവിഡോൺ-അയഡിൻ ലായനി, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തൊഴുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകാനുള്ള ബ്ലീച്ചിങ് പൗഡർ, അതുപോലെ അകിടിൽ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പുരട്ടാനായിട്ടുള്ള ആന്റിസെപ്റ്റിക്, അതായത് ബോറിക് ആസിഡ് പൊടി, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിറ്റാണ്. അപ്പോൾ ഈ അകിട് വീക്കത്തിന്റെ CMT റിയേജന്റ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 4 കള്ളങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കള്ളങ്ങളിലേക്ക് 2 മില്ലി പാല് ഓരോ മുലക്കാമ്പിൽ നിന്നും നമ്മൾ കറന്നെടുത്തിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ ഈ റിയേജന്റ് ഒഴിച്ചു നോക്കുക. എന്നിട്ട് ഒന്ന് കറക്കുമ്പോൾ അതൊരു ജെൽ രൂപത്തിലാവുന്നുണ്ടെങ്കിൽ ആ പശുവിന് അകിട് വീക്കമുണ്ട് എന്ന് കർഷകന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതല്ല, വെള്ളം പോലെ തന്നെയാണ്, ഈ റിയേജന്റും വെള്ളം പോലെ തന്നെയാണ്, പാലും വെള്ളം പോലെ തന്നെയാണല്ലോ. അപ്പൊ അതേ കൺസിസ്റ്റൻസി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അസുഖമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് രോഗനിയന്ത്രണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു മാസ്റ്റൈറ്റിസ് കിറ്റിന്റെ സഹായവും രോഗനിർണയത്തിൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കും. ഇത് ലഭ്യമാണോ ഈ കിറ്റ്? ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയിൽ ഞങ്ങൾ CMT റിയേജന്റ് മാത്രമാണ് ഫീൽഡിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ താമസിയാതെ ഇത്തരത്തിലുള്ള പൂർണ്ണമായ കിറ്റ് നമ്മൾ കർഷകരിലേക്ക് എത്തിക്കും. രോഗനിർണയത്തിന് വേണ്ടി ആ റിയേജന്റ് മാത്രമായാലും മതി. സ്ഥിരമായിട്ട് ഇതുമായിട്ട് പരിചയമുള്ള കർഷകരുടെ എല്ലാ പെയിലൊക്കെ ഉണ്ടാകും. പിന്നെ നല്ല കർഷകർ എപ്പോഴും ഈ പൊട്ടാഷ്യം പെർമാഗ്നേറ്റും അയഡിനും ഒക്കെ വെച്ച് അണുവിമുക്തമാക്കി തന്നെയായിരിക്കും അവരുടെ പശുക്കളെ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം അകിട് വീക്കം എത്രത്തോളം ഭീകരമായ ഒരു രോഗമാണെന്ന് തിരിച്ചറിവുള്ളവർ കറവയിലും അതിന് കറവയ്ക്ക് ശേഷവും മുമ്പും ഒക്കെയുള്ള ശുചിത്വത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നവരായിരിക്കും. പിന്നെ ഈ ചികിത്സ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പലപ്പോഴും കർഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് ചികിത്സിച്ചാൽ എന്റെ പശുവിന്റെ പാല് കുറയുമോ? അപ്പോൾ സത്യത്തിൽ ആന്റിബയോട്ടിക്
ആന്റിബയോട്ടിക് ചികിത്സ വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ടൊന്നും പാല് കുറയില്ല. പാല് കുറയുന്നത് ഈ അകിട് വീക്കം എന്ന രോഗം അകിടിലെ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചികിത്സ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ രോഗനിർണയം പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അകിടിൽ ഈ മോശപ്പെട്ട പാല് കാണുമ്പോൾ ഉടനെ കർഷകർ ഇനി പശു തൊഴിക്കുകയും ചെയ്യുന്നു, നമുക്ക് കറക്കാതെ പാൽ അവിടെ വച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അകിട് വീക്കം വന്ന മുലക്കാമ്പ് 3-4 മണിക്കൂർ ഇടവിട്ട് പൂർണ്ണമായിട്ടും അതിലുള്ള പാല് കറന്നൊഴിവാക്കിയെങ്കിൽ, കറക്കുന്ന സമയത്ത് പശു ഒന്ന് തൊഴിക്കുകയൊക്കെ ചെയ്യും, മെല്ലെ മുക്കയറ് പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി പിടിച്ചു വെച്ച് അത് പൂർണ്ണമായിട്ടും കറന്നൊഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മുലക്കാമ്പിനുള്ളിലേക്ക് അടയ്ക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. പരിചയമുള്ള കർഷകൻ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മരുന്നും അടയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടറെ സമീപിച്ച് അതിന് കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് ചികിത്സ നൽകുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ ആന്റിബയോട്ടിക് ചികിത്സയുടെ കാര്യം പറയുമ്പോഴാണ് IHNVB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പല അണുക്കൾ കാരണമാണ് അകിട് വീക്കം ഉണ്ടാകുന്നത്. പല ബാക്ടീരിയകൾ കാരണവും പലതരം ഫംഗസ് കാരണവും ഒക്കെ ഈ രോഗം വരാം. അപ്പൊ ഏത് ആന്റിബയോട്ടിക് ആണ് ഇതിന് ഏറ്റവും നല്ലത്, അനുയോജ്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് നിർണയിച്ചിട്ട് ആന്റിബയോട്ടിക് ചികിത്സ നൽകുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക്കിനെതിരെയുള്ള പ്രതിരോധം മനുഷ്യരിലായാലും അത് പല രോഗചികിത്സയിലും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മൃഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആയാലും അതും കൃത്യമായിട്ട് ആവശ്യത്തിലധികം ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ആന്റിബയോട്ടിക് ചികിത്സ നൽകാനായിട്ട് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് അവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് ഫീൽഡിലെ ഡോക്ടർമാർക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കിറ്റ് ഉപയോഗിച്ച്, അത് പക്ഷെ കർഷകന് ചെയ്യാൻ കഴിയില്ല, പാല് ആശുപത്രിയിൽ എത്തിച്ചാൽ ഡോക്ടർക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. ആ കിറ്റ് ഉപയോഗിച്ച് കൃത്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് വെച്ചാൽ അത് കോഴ്സ് തെറ്റിക്കാതെ, പലപ്പോഴും കർഷകർ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ്, ആദ്യത്തെ ദിവസം ആന്റിബയോട്ടിക് നൽകും. ഡോക്ടർ പറയും നാളെ നിങ്ങൾ വരണം കേട്ടോ, ശരിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വരണം എന്ന് പറയും. കർഷകൻ എന്ത് ചെയ്യും? ഈ ഒരു ദിവസത്തെ ആന്റിബയോട്ടിക് കൊണ്ട് തന്നെ പശുവിന് നല്ല ആശ്വാസം ഉണ്ടാവും, ഇനിയും എന്റെ പശുവിനെ കുത്തിവെക്കണ്ട എന്ന് വെച്ച് പിന്നെ ആന്റിബയോട്ടിക് ചികിത്സ അവിടെ നിർത്തിവെക്കും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ പൂർണ്ണമായിട്ട് ഈ രോഗ ചികിത്സ നടന്നിട്ടും ഉണ്ടാവില്ല, വീണ്ടും അകിട് വീക്കം വരാനുള്ള സാധ്യത കൂട്ടുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം 3 ദിവസമോ 5 ദിവസമോ കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് ചികിത്സ കംപ്ലീറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ കുത്തിവെക്കണം എന്നുണ്ടാവില്ല, അതിന്റെ തന്നെ ഓറൽ മരുന്നുകൾ കിട്ടും, വായിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ. എന്തായാലും ആ ചികിത്സ പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ അകിട് വീക്കം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടാം. പൂർണ്ണമായിട്ടും അകിടിലെ കോശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അത് സഹായകമാണ്. ഇനി ചികിത്സയ്ക്ക് ശേഷം സപ്പോർട്ടീവ് തെറാപ്പി എന്നുള്ള രീതിയിൽ പശുവിന് ആരോഗ്യം ഉണ്ടാകാനായിട്ട് തീറ്റയൊക്കെ കുറച്ച് ദിവസം എടുക്കാതിരുന്നല്ലോ, അപ്പൊ അതിന് ബദലായിട്ട് നല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബയോട്ടിൻ അടങ്ങിയ സപ്ലിമെന്റ്സ് ഒക്കെ നൽകുന്നത് അകിടിന്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പൂർണ്ണമായിട്ടല്ലെങ്കിലും 90-95% പാലുൽപാദനം വീണ്ടെടുക്കാനും സഹായകമാണ്. മാഡം, ഈ ഡ്രൈ കൗ തെറാപ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇതെന്തുവാണിത്? ഡ്രൈ കൗ തെറാപ്പി അകിട് വീക്കം തടയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രസവിച്ച് പാലുൽപാദനമൊക്കെ കഴിഞ്ഞ് കറവ വറ്റുന്ന ഒരു സമയമുണ്ടല്ലോ, വീണ്ടും ഗർഭിണിയാവുമ്പോൾ പശുവിന്റെ ഗർഭകാലത്ത് 7 മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ കറവ നിർത്തും. എന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാവുള്ളൂ, അടുത്ത പ്രസവത്തിൽ നല്ല പാലുൽപാദനവും ഉണ്ടാവുള്ളൂ. ഈ ഇങ്ങനെ കറവ നിർത്തുന്നത് കർഷകര് പല സമയങ്ങളിൽ കറന്ന് അല്ലെങ്കിൽ 1-8 ദിവസങ്ങളിൽ കറന്ന് കറവ വറ്റി അവസാനം ആവുമ്പോൾ നമ്മൾ ഇനി കറക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ എത്തുമ്പോൾ 4 മുലക്കാമ്പിലേക്കും ആന്റിബയോട്ടിക് മരുന്നുകൾ മുലക്കാമ്പിലേക്ക് നേരിട്ട് അടയ്ക്കുന്നതാണ് ഡ്രൈ കൗ തെറാപ്പി. അത് അകിടിൽ തൽക്കാലം വല്ല രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കുകയും ചെയ്യും, പുതിയ ഒരു രോഗം ഉണ്ടാകാതിരിക്കാൻ, അതായത് പ്രസവശേഷം അകിട് വീക്കാൻ വരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുകയും ചെയ്യും. പ്രിവെന്റീവ് ആണ്. നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും പിന്നീടുള്ള അകിട് വീക്കം തടയുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഡ്രൈ കൗ തെറാപ്പി. അതേമാതിരി കറവ ഉള്ള പശുക്കളിൽ അകിട് വീക്കം വരുമ്പം അതിനെ എങ്ങനെയാണ് തടയുന്നത്? അകിട് വീക്കം നിയന്ത്രണം ആയിരിക്കും സർ ഉദ്ദേശിച്ചത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊഴുത്ത് ഏറ്റവും ശുചിയായി സൂക്ഷിക്കുക, തൊഴുത്തും പരിസരവും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബ്ലീച്ചിങ് പൗഡർ ഒക്കെ വെച്ച് കഴുകി വൃത്തിയാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ മാറ്റുകൾ ഇട്ട് കൊടുക്കാറുണ്ട് കൗ കംഫർട്ടിന് വേണ്ടിയിട്ട്. പലപ്പോഴും നമുക്കറിയാം HF പശുക്കളെ പോലുള്ള പശുക്കൾക്ക് കാലിന് ലാമിനൈറ്റിസ് ഒക്കെ വരാനുള്ള കാലുവേദനയും വീക്കവും നീരും ഒക്കെ വരുന്നത് ഒരു നല്ല പരിധി വരെ ഈ മാറ്റ് അത് മാറ്റാൻ സഹായിക്കും.
സഹായിക്കുന്നുണ്ട്. പക്ഷെ ഈ മാറ്റ് വില്ലനായിട്ടുള്ള ചില അവസരങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റ് നമ്മൾ വൃത്തിയാക്കുന്നുണ്ടാവും, പുറമേ നിന്ന് നല്ലപോലെ പ്രഷർ വാഷറൊക്കെ ഇപ്പൊ കർഷകരുടെ കയ്യിലുണ്ട്, അപ്പം നല്ലപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കും. അതല്ല പ്രഷർ വാഷർ ഇല്ലെങ്കിലും കഴുകിയൊക്കെ വൃത്തിയാക്കിയാലും ഈ മാറ്റിന്റെ ഇടകളൊക്കെ ചിലപ്പോൾ കഴുകാൻ കർഷകൻ വിട്ടുപോകുന്നതുകൊണ്ടായിരിക്കാം ചില ഫാമുകളിൽ കണ്ടിട്ടുണ്ട് മാറ്റ് ഇട്ടതിന് ശേഷം അകിടുവീക്കം ഇല്ലാത്ത ഫാമുകളിൽ അകിടുവീക്കം വരുന്നത്. രോഗാണുകളായി ഇടയിലൊക്കെ ഇരുന്നിട്ട് അത് വൃത്തിയാക്കാത്തത് കൊണ്ട് പുറമെ വൃത്തിയാവുന്നുണ്ടാവും, പക്ഷെ വീണ്ടും രോഗാണുക്കൾ അവിടെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ശുചിത്വം വളരെ പ്രധാനമാണ്. പിന്നെ കറക്കുമ്പോൾ ഒരു സ്ട്രിപ്പ് കപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് കറന്ന് രോഗനിർണയം നടത്തിയിട്ട് കറക്കുകയാണെങ്കിൽ അത് നല്ലത്. പിന്നെ കറക്കുന്നതിന് മുമ്പ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ലായനി കൊണ്ട് അകിട് നല്ലപോലെ കഴുകുക. അകിട് കറവക്കാരന്റെ കൈയും കറക്കുന്നവരുടെ കൈയും അത്രയും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. പൂർണ്ണമായിട്ട് കറക്കാനും ശ്രദ്ധിക്കണം. കംപ്ലീറ്റ് മിൽക്കിംഗ് എന്ന് വെച്ചാൽ ഫുൾ ഹാൻഡ് മിൽക്കിംഗ് എന്ന് പറയും. അകിടിന് ക്ഷതം ഒന്നും ഉണ്ടാക്കാതെ മുഴുവനായിട്ട് പാല് കറന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പാല് ബാക്കി ഇരിക്കുന്നതും അകിടുവീക്കം വരാനൊരു കാരണമാണ്, ബാക്ടീരിയ അതിനകത്ത് പെരുകാൻ കാരണമാണ്. അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും കറന്ന് ഒഴിവാക്കി പൊവിഡോണൈഡിൻ ലായനിയിൽ മുക്കി, അപ്പോൾ നമ്മൾ മുക്കി കഴിഞ്ഞാൽ ഒരു തുള്ളി അവിടെ തങ്ങി നിൽക്കും. അപ്പൊ അത് തന്നെ ഒരു സീല് പോലെ അവിടെ പ്രവർത്തിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കറക്കുന്ന സമയത്ത് ആ മുലക്കാമ്പിലുള്ള ഒരു കനാൽ തുറന്നിട്ടാണ് ഉണ്ടാവുക. അത് അടയാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ ഉടനെ തന്നെ പശു കിടക്കാതിരിക്കാനും വളരെ അധികം ശ്രദ്ധിക്കണം. അതിനായിട്ട് കറന്നു കഴിഞ്ഞ ഉടനെ കാലിത്തീറ്റ കൊടുക്കാൻ കുറച്ചു നേരം അത് കഴിച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ പുല്ലിട്ട് കൊടുത്താൽ അതും കൂടെ കഴിയുമ്പോൾ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ ഈ സ്പിങ്ക്ടർ അടഞ്ഞിട്ടുണ്ടാവും. പിന്നെ കിടന്നാൽ കുഴപ്പമില്ല, തറയിൽ മുട്ടാതിരിക്കും. അത്രയും നേരം തറയിൽ മുട്ടാതിരിക്കും. അപ്പൊ അതും അകിടുവീക്കം വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തീറ്റയിലും ശ്രദ്ധ. നമ്മൾ വിചാരിക്കും തീറ്റ ക്രമം അല്ലെങ്കിൽ തീറ്റ കൊണ്ട് എന്താണ് അകിടുവീക്കം തടയാൻ കഴിയുമെന്ന്. ശരിയായ പ്രോട്ടീനും ശരിയായ കാർബോഹൈഡ്രേറ്റും ഒക്കെ അതിൻ്റെതായ അളവിൽ ഒരു കറക്കുന്ന പശുവിന് ആവശ്യമാണ്. പിന്നെ പശുവിന് പ്രത്യേകിച്ച് സ്ട്രെസ് ഉള്ള കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾക്കറിയാം വേനൽക്കാലത്തൊക്കെ നമ്മുടെ സങ്കര ഇനം പശുക്കൾക്കൊക്കെ നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. നാവൊക്കെ പുറത്തിട്ടിട്ട് ശ്വാസം കിട്ടാതെ നിൽക്കുന്ന പശുക്കളെ നമ്മൾ ധാരാളം കാണാറുണ്ട്. അപ്പൊ ആ ഒരു ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്ട്രെസ്സും പശുവിന് അകിടുവീക്കം വരാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. തീറ്റയിൽ ശ്രദ്ധിക്കുക. അതുപോലെ ഡോക്ടർ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഇ, സെലിനിയം ഇതൊക്കെ അടങ്ങിയ തീറ്റ നൽകുന്നത് രോഗപ്രതിരോധം കൂട്ടാനായിട്ട് ഏറ്റവും അധികം സഹായിക്കും. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ പ്രതിരോധം തീർച്ചയായിട്ടും. അതുപോലെ ധാതു ലവണങ്ങൾ, കോപ്പർ, സിങ്ക് ഇതൊക്കെ അടങ്ങിയ ധാതു ലവണ മിശ്രിതങ്ങൾ നൽകുന്നതും ഒക്കെ സഹായകമാണ്. കർഷകർ ഈ കറവ യന്ത്രങ്ങളും ഉപയോഗിക്കാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ അകിടുവീക്കം വരാനുള്ള ചാൻസസ് കുറവാണോ? കൃത്യമായ രീതിയിൽ കറവയന്ത്രം ഉപയോഗിച്ചാൽ വരാനുള്ള ചാൻസസ് കുറവാണ്. ഈ കറവയന്ത്രം ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാല് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കിയിട്ട് അത് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കറവക്കാരന്റെ കയ്യിൽ നിന്ന് അകിടുവീക്കം അങ്ങോട്ട് പകരും എന്ന് പറഞ്ഞ പോലെ അകിടുവീക്കം ഉള്ള ഒരു പശുവിനെ കറന്ന കറവയന്ത്രം അടുത്ത പശുവിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ രോഗം അങ്ങോട്ടേക്ക് പകരാൻ കാരണമാകും. അതുപോലെ തന്നെ കറവയന്ത്രത്തെ ഇതൊരു യന്ത്രമാണ്, അതിന് കറക്റ്റ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ആവശ്യമാണ്. പശുവിന്റെ അകിടിന് ക്ഷതം ഉണ്ടാക്കുന്ന രീതിയിൽ ആ യന്ത്രം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ മാനുഫാക്ചർ പറയുന്ന പോലെ കൃത്യമായിട്ട് ലൂബ്രിക്കേഷൻ ചെയ്യേണ്ട, അതിന്റെ പാർട്ടുകളൊക്കെ അങ്ങനെ ചെയ്യുക. അതിന്റെ വാഷറുകളൊക്കെ മാറ്റേണ്ട സമയത്ത് കൃത്യമായിട്ട് മാറ്റി. അതിനും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് എപ്പോഴും അണുവിമുക്തമാക്കി സൂക്ഷിച്ചിട്ട് അത് വെച്ച് കറക്കുകയാണെങ്കിൽ കറവയന്ത്രം ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് മിൽക്കിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കറക്കുമ്പോൾ മുഴുവൻ പാല് വന്നിട്ടില്ലെങ്കിൽ ഇതിൽ ആ പ്രശ്നമില്ല. കംപ്ലീറ്റ് ആയിട്ട് മിൽക്ക് ചെയ്ത് കറവയന്ത്രത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ ഉപയോഗിച്ച് അതിന്റെ നെഗറ്റീവ്സിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കറവയന്ത്രം നല്ലത് തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു രോഗം എത്രത്തോളം വ്യാപകമാണ്? തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാനത്ത് നിന്നല്ല, ലോകമെമ്പാടും വ്യാപകം തന്നെയാണ്. എന്തായാലും സങ്കരയിനം പശുക്കളാണ് നമ്മുടെ സംസ്ഥാനത്തിൽ കൂടുതലും. 85-88% സങ്കരയിനം പശുക്കളാണ്. സങ്കരയിനം പശുക്കൾക്ക് തീർച്ചയായിട്ടും ഒരു സ്ട്രെസ് നമ്മുടെ കാലാവസ്ഥയിലുണ്ട്. നാടൻ പശുക്കൾക്ക് സ്വതവേ ഇത് അകിടുവീക്കം വരുന്നത് നിങ്ങൾ കേട്ടിട്ട് പോലും ഒരു പക്ഷേ ഉണ്ടാവില്ല. അപ്പൊ സങ്കരയിനം പശുക്കൾ എപ്പോഴും സ്ട്രെസ്സിലായതുകൊണ്ട് തന്നെ എപ്പോഴും ഈ രോഗം വരാൻ സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം. നമ്മുടെ കാലാവസ്ഥയും ഒരു കണക്കിന് അതിനൊരു കാരണമാണ്. വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ഈർപ്പം അധികമുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പൊ ഇതിനെ രോഗത്തെ തടയുക എന്നുള്ളതല്ലാതെ നമ്മുടെ നാട്ടിൽ ഇത് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും ഈ രോഗത്തിന് സാധ്യതയുള്ള ഒരു അന്തരീക്ഷം തന്നെയുണ്ട്. പക്ഷേ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളും അതുപോലെ തന്നെയുണ്ട്. അങ്ങനെ കൃത്യമായ നിയന്ത്രണ മാർഗങ്ങൾ പാലിക്കുന്ന കർഷകരുടെ ഫാമുകളിൽ പലപ്പോഴും അകിടുവീക്കം ഇല്ലാത്ത രീതിയിൽ വളർത്തുന്നവരെ കർഷകരെയും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് തടയാനും നമുക്ക് മാർഗങ്ങളുണ്ട്. ഡോക്ടർ പ്രിയ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് പശുക്കളിൽ കണ്ടുവരുന്ന അകിടുവീക്കം രോഗത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി. താങ്ക് യു.